Hi children, welcome to science class. Today we can start a new lesson. Chapter name friction. Chapter name friction. Okay. Okay, listen. You can see a picture. What is the picture? A boy falls down when he steps on a banana peel. എന്താണ് ഒരു കുട്ടി ബനാന പീൽ പഴത്തിന്റെ തൊലിയിൽ ചവിട്ടിയിട്ട് വഴുതി വീഴുന്ന പിക്ചറാണ് വന്നിട്ടുള്ളത്. Okay. You might have seen a driver of a car or a truck slowing down the vehicle at a traffic signal. You too slow down your bicycle whenever needed by applying brakes. ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ ബൈസിക്കിൾ ഒക്കെ എന്താകുന്നുണ്ട് സ്ലോ ആവുന്നുണ്ട്. Have you ever thought why a vehicle slows down when brakes are applied? എന്തുകൊണ്ടാണ് ബ്രേക്ക് ഇടുന്ന സമയത്ത് വണ്ടി നിൽക്കുന്നത്? Not only vehicles, any object moving over the surface of another object slow down when no external forces applied on it. വെഹിക്കിളിന് മാത്രമല്ല ചില ഒബ്ജക്ട്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്ന് അപ്ലൈ ചെയ്യാണ്ട് തന്നെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് അതിന്റെ സ്പീഡൊക്കെ. ഫൈനലി ഇറ്റ് സ്റ്റോപ്സ്. സ്ലോ ഡൗൺ ചെയ്തിട്ട് അത് സ്ലോ ആവും, സ്റ്റോപ്പ് ആവും. ഹാവ് യു നോട്ട് സീൻ എ മൂവിംഗ് ബോൾ ഓൺ ദ ഗ്രൗണ്ട് സ്റ്റോപ്പിംഗ് ആഫ്റ്റർ സം ടൈം? ഒരു ഗ്രൗണ്ടിലൂടെ ഒരു ബോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോൾ കുറച്ച് സമയം ആരും ഫോഴ്സ് കൊടുക്കാതെ തന്നെ കുറച്ച് സമയം അത് മൂവ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ആവുന്നുണ്ട്. വൈ ഡു വി സ്ലിപ്പ് വെൻ വി സ്റ്റെപ്പ് ഓൺ എ ബനാന പീൽ? ഒരു പഴത്തൊലിയിൽ ചവിട്ടുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് വഴുതി വീഴുന്നത്? വൈ ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വോക്ക് ഓൺ എ സ്മൂത്ത് ആൻഡ് എ വെറ്റ് ഫ്ലോർ? സ്മൂത്ത് സർഫസിലൂടെ വെറ്റ് ഫ്ലോറിലൂടെ നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. വൈ? എന്തുകൊണ്ടാണ്? യു വിൽ ഫൈൻഡ് ദ ആൻസേഴ്സ്. ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസേഴ്സ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ. Force of friction. Force of friction. Okay, what is friction? Friction എന്ന് പറഞ്ഞാൽ എന്താണ്? What is friction? The force which opposes motion of an object is called friction. The force which opposes the motion of an object is called friction. ഒരു ഒബ്ജക്റ്റിന്റെ മോഷന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. Okay, look at the activity. Gently push a book on a table. 12.2a. ഒരു 12.2a ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ്? ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു ബുക്കിനെ പുഷ് ചെയ്യുന്നത്. യു ഒബ്സർവ് ദാറ്റ് ഇറ്റ് സ്റ്റോപ്സ് ആഫ്റ്റർ മൂവിങ് ഫോർ സം ടൈം. നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് കുറച്ച് മൂവ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. റിപ്പീറ്റ് ദിസ് ആക്ടിവിറ്റി പുഷിംഗ് ദ ബുക്ക് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഈ സൈഡിൽ വെച്ച ബുക്കിനെ ഈ ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വെച്ചിട്ട് ഫസ്റ്റ് ചെയ്ത സെയിം ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുക. ജെന്റ്ലി പുഷ് ചെയ്യുക. പുഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആവും. Does the book stop this time too? Yes. Can you think of an explanation? എന്താ സംഭവിക്കുന്നത്? That is due to frictional force. Frictional force ഉള്ളത് കൊണ്ടാണ് സ്റ്റോപ്പ് ആവുന്നത്. What is friction? The force which opposes the motion of an object is called friction. ഇവിടെ ഈ ബുക്ക് മൂവ് ചെയ്തു, അതിന്റെ മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഈ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ബുക്ക് അവിടെ സ്റ്റോപ്പ് ആയത്. Can we say that force must be acting on the book opposing its motion? This force is called force of friction. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന ബുക്കിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. You saw that if you apply the force along the left, friction acts along the right. നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ വരുന്നത് റൈറ്റ് സൈഡിൽ. If you apply the force along the right side, the friction acts along the left direction. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് റൈറ്റ് സൈഡിലാണെങ്കിൽ ഫ്രിക്ഷൻ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ. ഇൻ ബോത്ത് കേസസ് ദ ഫോഴ്സ് ഓപ്പോസസ് ദ മോഷൻ ഓഫ് ദ ബുക്ക്. രണ്ട് കേസിലും എന്താ ചെയ്യുന്നത്? ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസസ് ദ മോഷൻ ഓഫ് ദ ബുക്ക്. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ഓപ്പോസസ് ദ അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾവേസ് ഓപ്പോസസ് ദ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ. In the above activity, the force of friction acts between the surface of the book and the surface of the table. അപ്പോൾ മുകളിൽ പറഞ്ഞ ആക്ടിവിറ്റിയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയാണ് വന്നിട്ടുള്ളത്? ബുക്കിന്റെ ഇടയിലും ടേബിളിന്റെ ഇടയിലും. ഫോഴ്സ് ആക്ട്സ് ബിറ്റ്വീൻ
The surface of the book and the surface of the table. Okay. Next, factors affecting friction. Friction affecting the factors. Before that, look at spring balance. What is spring balance? So, spring balance is a device used for measuring the force acting on an object. What is spring balance? Spring balance എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സ്പ്രിംഗ് ബാലൻസ്. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്. സ്പ്രിംഗ് ബാലൻസ് ഇസ് എ ഡിവൈസ് used for measuring the force acting on an object. സ്പ്രിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽഡ് സ്പ്രിംഗ്. കോയിൽഡ് ആയിട്ടുള്ള സ്പ്രിംഗ് ഉണ്ടായിരിക്കും. കോയിൽഡ് ആയിട്ടുള്ള സ്പ്രിംഗ് ഉണ്ടായിരിക്കും. വിച്ച് ഗെറ്റ് സ്ട്രെച്ച് when a force is applied to it. ഫോഴ്സ്, ഇവിടെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഹാങ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള സ്പ്രിംഗ് ബാലൻസിലുള്ള സ്പ്രിംഗ് സ്ട്രെച്ച്ഡ് ചെയ്യും. സ്ട്രെച്ച്ഡ് എന്ന് പറഞ്ഞാൽ വലിഞ്ഞു നിൽക്കും, വലിയും. Stretching of the spring is measured by a pointer. ആ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു പോയിന്റർ ഉണ്ടായിരിക്കും. മൂവിങ് ഓൺ എ ഗ്രാജുവൽ സ്കെയിൽ. ഇതിലൊരു സ്കെയിലും ഉണ്ടായിരിക്കും, ഒരു പോയിന്റർ ഉണ്ടായിരിക്കും. ഇത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള പോയിന്റർ ഇതിന്റെ വെയിറ്റിനനുസരിച്ചിട്ട് മൂവ് ചെയ്യും. The reading on the scale gives the magnitude of the force. ഇപ്പൊ റീഡിംഗ്, ഈ പോയിന്റർ ഏത് ലൈനിന്റെ മുകളിലാണോ വന്ന് നിൽക്കുന്നത് അതായിരിക്കും അവിടുത്തെ ഫോഴ്സ്. ഫോഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂട്ടൺ. ന്യൂട്ടണിലാണ് ഫോഴ്സ് എപ്പോഴും പറയാം. യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഓക്കെ. Look at the another activity. Tie a string around a brick. ഒരു ബ്രിക്ക് എടുക്കുക, ബ്രിക്കിന് ചുറ്റും ഒരു എന്താണ് സ്ട്രിങ് ടൈ ചെയ്യാം. Pull the brick by a spring balance. എന്നിട്ട് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് ഈ ബ്രിക്കിനെ ഒരു സർഫസിൽ വെച്ചിട്ട് പുൾ ചെയ്യാം. യു നീഡ് ടു അപ്ലൈ സം ഫോഴ്സ്. പുൾ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. നോട്ട് ഡൗൺ ദ റീഡിംഗ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ് വെൻ ദ ബ്രിക്ക് ജസ്റ്റ് ബിഗിൻസ് ടു മൂവ്. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തായാലും സ്പ്രിംഗ് ഇവിടെ വെയിറ്റ് വന്നത് കൊണ്ട് സ്പ്രിംഗ് എന്തായാലും സ്ട്രെച്ച് ആവും. സ്ട്രെച്ച് ആവുന്ന സമയത്തുള്ള എന്താണ് ഈ പോയിന്റർ നോക്കിയിട്ട് റീഡിംഗ് മെഷർ ചെയ്യാം. It gives you a measure of the force of friction between the surface of the brick and the floor. അപ്പൊ നമുക്കൊരു ഫോഴ്സ് അവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. After that, wrap a piece of polythene around the brick and repeat the activity. അതിനുശേഷം നമ്മൾ വെറും സർഫസിൽ ഫ്ലോറിൽ വെച്ചിട്ടാണ് ബ്രിക്കിനെ വലിക്കുന്നത്. അതിനുശേഷം ഒരു പോളിത്തീൻ കവർ ഈ ബ്രിക്കിനെ കവർ ചെയ്യുക. അതിനുശേഷം ആ കവർ ചെയ്തിട്ടുള്ള ബ്രിക്കിനെ ഇതേപോലെ സെയിം ആക്ടിവിറ്റി തന്നെ ചെയ്യാം, റിപ്പീറ്റ് ചെയ്യുക ആക്ടിവിറ്റി. ഡു യു ഒബ്സർവ് എനി ഡിഫറൻസ് ഇൻ ദ റീഡിംഗ് ഓഫ് ദ സ്പ്രിംഗ് ബാലൻസ് ഇൻ ദ അബൌവ് ടു കേസസ്? എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. ഫസ്റ്റ് കേസിൽ എന്താണ് ബ്രിക്ക് റഫ് ആയിട്ടുള്ളതാണ്, അതുപോലെ ഫ്ലോറും റഫ് ആയിട്ടുള്ള ഫ്ലോർ ആണ്. അപ്പൊ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് വലിയ ഫോഴ്സ് ആയിരിക്കും റീഡിംഗിൽ കാണിക്കാം. പോളിത്തീൻ ബാഗ് വെച്ച് കവർ ചെയ്ത സമയത്ത് ബ്രിക്കിന്റെ റഫ്നെസ് കുറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക? ആദ്യം കൊടുത്തതിന്റെ അത്രയും ഒരു ഫോഴ്സ് രണ്ടാമത്തെ കേസിൽ വേണ്ട. ഡു യു ഒബ്സർവ് എനി ഡിഫറൻസ് ഇൻ ദ റീഡിംഗ് ഓഫ് ദ സ്പ്രിംഗ് ബാലൻസ് ഇൻ ദ അബൌവ് ടു കേസസ്? ഓഫ് കോഴ്സ്. വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിസ് ഡിഫറൻസ്? എന്താ അതിനുള്ള ഡിഫറൻസ്? റീസൺ എന്താണ്? ഒന്ന്, ഫസ്റ്റിലത്തേതില് ഫ്ലോറും റഫാണ്, ബ്രിക്കും റഫാണ്. അപ്പൊ നമ്മൾ ഫോഴ്സ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കേസിൽ ബ്രിക്ക് സ്മൂത്ത് ആയി, ബ്രിക്ക് എന്തായി? സ്മൂത്ത് ആയി. ബ്രിക്കിനെ കവർ ചെയ്തിട്ട് പോളിത്തീൻ ബാഗ് ഉണ്ട്, അതുകൊണ്ട് ബ്രിക്ക് സ്മൂത്ത് ആയി. ഫ്ലോറ് എന്താ സംഭവിച്ചത്? റഫ് തന്നെയാണ്. നെക്സ്റ്റ്, റിപ്പീറ്റ് ദിസ് ആക്ടിവിറ്റി ബൈ റാപ്പിംഗ് എ പീസ് ഓഫ് ജൂട്ട് ബാഗ് അറൌണ്ട് ദ ബ്രിക്ക്. അതിനുശേഷം ഒരു ജൂട്ട് ബാഗ്, ഒരു ചാക്ക് ഉപയോഗിച്ചിട്ട് ബ്രിക്കിനെ കവർ ചെയ്തതിനു ശേഷം ഈ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യാൻ. എന്തായിരിക്കും ഒബ്സർവേഷൻ ഉണ്ടാവുക? ഫസ്റ്റ് കേസിൽ ഇപ്പം നമ്മൾ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്തത്. ഫസ്റ്റ് കേസിൽ എന്ന് പറഞ്ഞാൽ പോളിത്തീൻ ബാഗ് വെക്കുന്ന സമയത്ത് ഫോഴ്സ് കുറവാണ്. എന്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത്? ജൂട്ടിൽ കവർ ചെയ്യുന്ന സമയത്തും പ്ലെയിൻ ആയിട്ടുള്ള സമയത്തും കമ്പയർ ചെയ്യുന്ന സമയത്ത് പോളിത്തീൻ ബാഗിൽ കവർ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കുറവായിരിക്കും. അപ്പൊ സർഫസ് സ്മൂത്ത് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറവായിരിക്കും. സർഫസ് റഫ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ. Next, another activity. Before that, once again look, as roughness of the surface increases, friction also increases. Surface inde roughness increase ആവുന്ന സമയത്ത് friction increase ആവുന്നുണ്ട്. As smoothness of the surface increases, friction decreases.
സർഫസിന്റെ സ്മൂത്ത്നെസ് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഫ്രിക്ഷൻ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, look at the another activity. Make an inclined plane on a smooth floor or on a table. ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഒരു ഫ്ലോറിലോ ഒരു inclined plane ഉണ്ടാക്കാൻ. What is inclined plane? ഇതുപോലെ സ്ലോപ്പ് ഉണ്ടാക്കാൻ, ഒന്നുകിൽ ടേബിളിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. You may use a wooden board supporting by bricks. ആ ഒരു inclined plane അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബ്രിക്കോ അല്ലെങ്കിൽ ബുക്സ് എന്തെങ്കിലും വെക്കാം. Put a mark with a pen at any point A on the inclined plane. Inclined plane ആണ് A എന്ന് പറയുന്നത്. അതിൽ ഈ inclined planeൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. Now let a pencil cell move down from this point. അതിനുശേഷം ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു സെൽ ബാറ്ററി നമുക്ക് മൂവ് ചെയ്യിക്കാം, താഴേക്ക് മൂവ് ചെയ്യിക്കാം. How far does it move on the table before coming to rest? അപ്പൊ മൂവ് ചെയ്യും, ആ ചരിഞ്ഞ സ്ഥലം ആയതുകൊണ്ട് അത് മൂവ് ചെയ്യും. ഏത് പോയിന്റിലാണോ അത് റെസ്റ്റ് ആവുന്നത്, അനങ്ങാതെ നിൽക്കുന്നത്, ഉരുണ്ട് വന്നിട്ട് ഏത് പോയിന്റിലാണ് അത് റെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അവിടുത്തെ എന്താ നോക്കേണ്ടത്, ഡിസ്റ്റൻസ് നോക്കുക. നോട്ട് ഡൗൺ ദ ഡിസ്റ്റൻസ്. നൗ സ്പ്രെഡ് എ പീസ് ഓഫ് ക്ലോത്ത്. അതിനുശേഷം നെക്സ്റ്റ് എന്താ വന്നിട്ടുള്ളത്, ഒരു ക്ലോത്ത്, പീസ് ഓഫ് ക്ലോത്ത് സ്പ്രെഡ് ചെയ്തു ഓവർ ദ ടേബിൾ. ടേബിളിന്റെ മുകളിൽ ഒരു ക്ലോത്ത് വെച്ചു. മേക്ക് ഷുവർ ദാറ്റ് ദർ ആർ നോ റിങ്കിൾസ് ഇൻ ദ ക്ലോത്ത്. ക്ലോത്ത് നല്ല റിങ്കിൾസ് ഒന്നും ഉണ്ടാവരുത്, ചുളിവുകളൊന്നും ഉണ്ടാവാതെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് വെക്കുക. ട്രൈ ദ ആക്ടിവിറ്റി അഗൈൻ. എന്നിട്ട് വീണ്ടും ആക്ടിവിറ്റി ചെയ്തു നോക്കാം. ഫസ്റ്റ് കേസില് സെല്ല് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇത്രയും ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തു. സെക്കൻഡ് കേസിൽ സെല്ല് ഇവിടെ വന്നിട്ടുള്ളൂ. Repeat this. After that, repeat this activity by spreading a thin layer of sand over the table. അതിനുശേഷം ഈ ടേബിളിന്റെ മുകളിൽ കുറച്ച് സാൻഡ് ഇടുക, സ്പ്രെഡ് ചെയ്യുക, മണലിടുക, എന്നിട്ട് സെയിം ആക്ടിവിറ്റി ചെയ്യുക. അപ്പൊ നമ്മള് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർഫസ് എന്തായി, സ്മൂത്ത് സർഫസ് ആണ്. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും, നല്ല സ്പീഡിൽ പോകും. രണ്ടാമത്തെ കേസിൽ ക്ലോത്ത് വെച്ചു. ക്ലോത്ത് വെച്ചപ്പോൾ ആ ടേബിളിന്റെ സ്മൂത്ത്നെസ് കുറച്ച് കുറഞ്ഞു. അപ്പൊ കുറച്ച് ഫോഴ്സേ വന്നിട്ടുള്ളൂ, നല്ല ഫോഴ്സിൽ പോയിട്ടില്ല, കുറച്ച് ഫോഴ്സിലാണ് സെല്ല് പോയത്, അതുകൊണ്ട് ഇവിടെ എത്തി. അടുത്ത കേസിൽ കുറച്ചും കൂടെ റഫ് ആയിട്ടുള്ള സാൻഡ് ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റഫ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്താവും, ഈ കേസിൽ ബാറ്ററി ഇവിടെയാണെങ്കിൽ നെക്സ്റ്റ് കേസിൽ ബാറ്ററി ഇവിടെ എത്തുള്ളൂ. ഓക്കെ, ഇൻ വിച്ച് കേസ് ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ദ മിനിമം. ഏത് കേസിലാണ് ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് അവിടെ വരുന്നത്, സാൻഡ് ഇടുന്ന സമയത്ത്. വൈ ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പെൻസിൽ സെൽ ഡിഫറെന്റ് എവറി ടൈം. ഓരോ പ്രാവശ്യവും ഡിഫറെന്റ് ആവാൻ കാരണം എന്താ, ബിക്കോസ് സർഫസ് ഇസ് ഡിഫറെന്റ്. ഓരോ പ്രാവശ്യവും വരുന്ന സമയത്ത് സർഫസ് എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് സർഫസ്. ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് സർഫസ്. Okay. Friction is caused by the irregularities on the two surfaces in contact. Friction ഉണ്ടാവാൻ കാരണം എന്താണ്, ഫ്രിക്ഷൻ ഉണ്ടാവാൻ കാരണം രണ്ട് സർഫസിന്റെ ഇടയിലുള്ള ഇറഗുലാരിറ്റീസ് തമ്മിൽ ലോക്ക് ആവുന്നത് കൊണ്ടാണ്, കോണ്ടാക്ട് വരുന്നത് കൊണ്ടാണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. രണ്ട് ഒബ്ജക്ട്സിന്റെ ഇടയിൽ അതിനെ കണക്ട് ചെയ്യുന്ന, അതിന്റെ ഇറഗുലാരിറ്റീസ് കണക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈവൻ ദോസ് സർഫേസ് വിച്ച് അപ്പിയർ വെരി സ്മൂത്ത് ഹാവ് ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ഇറഗുലാരിറ്റീസ് ഓൺ ദ. Irregularities on the two surfaces lock into one another. പിക്ചറിൽ കാണാൻ പറ്റും ടേബിളിന്റെ സർഫേസും ബുക്കിന്റെ സർഫേസും തമ്മിൽ, അതാണ് സർഫേസ് ഓഫ് ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. അത് തമ്മിൽ കോണ്ടാക്ട് ലോക്ക് ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, അവിടെ ഫ്രിക്ഷൻ വന്നിട്ടുള്ളത്. When we attempt to move any surface, we have to apply a force to overcome interlocking. ഇപ്പൊ ഇന്റർലോക്ക് ആയിട്ടുള്ള ഈ ഫോഴ്സിനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്താക്കണം, ഇന്റർലോക്ക് ആയി കിടക്കാണ് ഈ ഫോഴ്സും ബുക്കും ടേബിളും തമ്മിൽ ഇവിടെ ഇന്റർലോക്ക് ആയി, ഇറഗുലാരിറ്റീസ് തമ്മിൽ ഇന്റർലോക്ക് ആയിരിക്കുകയാണ്. അതിനെ മാറ്റണമെങ്കിൽ, ആ ബുക്കിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. There are a large number of irregularities, so the force of friction is greater if a rough surface is involved. ഇപ്പൊ റഫ് സർഫസിലാണെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. Okay. Okay, children, study well. Thank you.